നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല, സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തൂ. നടിയെ ആക്രമിച്ച കേസിൽ പ്രതി ചേർക്കപ്പെട്ട് റിമാൻഡിൽ കഴിയുന്ന ദിലീപ് ചെറിയ പുള്ളിയല്ലെന്ന സിനിമയുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും അറിയാം. വലിയ അഭിനയ പ്രതിഭയൊന്നും അല്ലെങ്കിലും രസിപ്പിക്കുന്ന ചില കഥാപാത്രങ്ങളിലൂടെ മനസ്സിൽ ഇടം നേടിയ നടനാണ് ദിലീപ്. പിന്നീടുള്ള വളർച്ചയിൽ മലയാള സിനിമയെ തന്നെ പിടിച്ചടക്കിയ അയാൾ ദിലീപ് അകത്തായതോടെ കോടികളുടെ സിനിമാ പദ്ധതികളാണ് മുടങ്ങിക്കിടക്കുന്നത്. ദിലീപ് തന്നെ നേരത്തെ പറഞ്ഞതുപോലെ അയാൾ ഒറ്റയ്ക്കല്ല, ഒരു പ്രസ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ ദിലീപിനെ പുറത്തിറക്കുക എന്നത് ഒട്ടേറെ പേരുടെ ആവശ്യമാണ്. കോടികൾ വാരിയെറിഞ്ഞ് ദിലീപിന്റെ ആ രക്ഷകനെ രംഗത്തിറക്കാനാണ് നീക്കങ്ങൾ. സിനിമയിൽ നിന്നും റിയൽ എസ്റ്റേറ്റ് ഇടപാടുകളിൽ നിന്നും മറ്റും ബിസിനസ്സുകളിൽ നിന്നുമായി കോടികളുടെ സമ്പാദ്യമാണ് അനധികൃതമായി അല്ലാതെയും ദിലീപിനുള്ളത് എന്ന് സാമ്പത്തിക കുറ്റാന്വേഷണ വകുപ്പ് കണ്ടെത്തി കഴിഞ്ഞു. പണം എറിഞ്ഞ് ദിലീപിനെ രക്ഷപ്പെടുത്താൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ നിയമത്തിന്റെ നൂലാമാലകൾ ഇത്തരം ഒരു കേസിൽ അഴിച്ചെടുക്കുക വലിയ പാടാണ്. കേരളത്തിലെ വക്കീലന്മാരെ കൊണ്ട് ദിലീപിനെ രക്ഷിച്ചെടുക്കാൻ സാധിച്ചില്ലെങ്കിൽ അങ്ങ് ദില്ലിയിൽ നിന്നും ദിലീപിന്റെ രക്ഷകൻ ഇറങ്ങും. ദിലീപിന്റെ ജാമ്യാപേക്ഷ കേസ് സുപ്രീം കോടതിയിൽ എത്തുകയാണെങ്കിൽ ചെറിയ പുള്ളിയൊന്നുമല്ല ദിലീപിനു വേണ്ടി ഹാജരാവുക. മണിക്കൂറിന് കോടികൾ പ്രതിഫലം വാങ്ങുന്ന രാംജത്ത് മലാനി എന്ന പ്രമുഖ അഭിഭാഷകനാവും ദിലീപിനു വേണ്ടി വാദിക്കുക. ദിലീപിന്റെ വേണ്ടപ്പെട്ടവർ രാംജത്ത് മലാനിയെ സമീപിച്ചതായാണ് വിവരമെന്ന് മംഗളം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. 94-കാരനായ മലാനി രാജ്യത്തെ എണ്ണം പറഞ്ഞ അഭിഭാഷകരിൽ പ്രമുഖനാണ്. കോടികളാണ് മലാനിക്ക് വേണ്ടി ചിലവാവുക. സംസ്ഥാനത്തെ മുതിർന്ന അഭിഭാഷകർ തന്നെയാണ് ദിലീപിനു വേണ്ടി രാംജത്ത് മലാനിയെ നിർദ്ദേശിച്ചത് എന്നാണ് അറിയുന്നത്. നേരത്തെ ജയലളിത അടക്കമുള്ള പ്രമുഖർക്ക് വേണ്ടി സുപ്രീം കോടതിയിൽ ഹാജരായിട്ടുണ്ട് മലാനി. കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.